പ്രിയങ്ക ഗാന്ധിയുടെ വിജയാഘോഷം കേരളത്തിൽ പശുവിന് വെടിവെച്ച് കൊന്നു ഒരു കോൺഗ്രസ് നേതാവാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് ഒരുപക്ഷെ നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് സംഘികളാണ്. അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് സംഘികൾ തന്നെയാണ്. എത്ര പെട്ടെന്നാണ് വിദ്വേഷപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരത്തെ കൃത്യമായിട്ട് ഹനിക്കുന്ന രീതിയിൽ ഉള്ള വാർത്തകളൊക്കെ ഇവർ ഉണ്ടാക്കാന്നറിയാലോ. നോക്കിക്കോളൂ, ഇപ്പൊ വാർത്ത വന്നിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ വന്നിരിക്കുന്നു. ഒരു ചെങ്ങാതി, ഒരു നീല ടീഷർട്ട് ഇട്ട, ഒരു നീല പാന്റ് ഇട്ട ഒരു മനുഷ്യൻ ഒരു പശുവിനെ അതിന്റെ തലയിലേക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യമാണ്. ഒരു വീഡിയോ ഇപ്പൊ ഇങ്ങനെ വൈറലായി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടായാലും എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നടക്കുന്നത് നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വലിയ വിജയാഘോഷം നമ്മുടെ കേരളത്തിൽ നടന്നു. സംഘികൾക്ക് ഇതുവരെയും വേരുറപ്പിക്കാൻ കഴിയാത്ത കേരളത്തിലാണ് നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ ആ ഒരു വിജയാഘോഷം നടന്നത്. ആ വിജയാഘോഷത്തില് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, കറി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പശുവിനെ കൊല്ലുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിൽ മുഴുവൻ ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയില് അതിന്റെ ഫാക്ട് ചെക്ക് നടത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമേ അല്ല. നോക്കൂ, കേരളത്തിൽ കോൺഗ്രസ് നേതാവായ മുസ്ലിം യുവാവ്, അങ്ങനെ കൃത്യമായിട്ട് തന്നെ പറയണം, മുസ്ലിം യുവാവ് പശുവിനെ വെടിവെച്ച് കൊന്നു എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ പുറത്ത്. ദ ക്വിന്റിന്റെ ഫാക്ട് ചെക്കിലൂടെയാണ് സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയാഘോഷത്തിനിടെ കോൺഗ്രസിന്റെ മീഡിയ ഹെഡായ മുഹമ്മദ് മുജാഹിദ് ഇസ്ലാം പശുവിന് വെടിവെച്ച് കൊന്നു എന്ന തരത്തിലായിരുന്നു ഈ വീഡിയോ പ്രചരിച്ചത്. പക്ഷേ സത്യം എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല. നോക്കിക്കോളൂ, ഈ വീഡിയോ പ്രചരിക്കുന്ന എങ്ങനെയാണ്? ഒരു മുസ്ലിം നേതാവ്, കോൺഗ്രസിന്റെ ഒരു മുസ്ലിം നേതാവാണ് വെടിവെച്ച് കൊന്നത് ഒരു പശുവിനെ. സ്വാഭാവികമായിട്ടും ഇസ്ലാമികത എന്ന് പറയുന്ന ഒരു വലിയ ഭയം എന്ന രീതിയിലൊക്കെ കരുതി പോകുന്ന ഉത്തരേന്ത്യൻ ആളുകൾക്ക് കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രദേശമാണ് കേട്ടോ. നമ്മുടെ പുണ്യപുരാതന സംഭവമായിട്ടുള്ള പശുവിനടക്കാത്ത പരസ്യമായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്നുള്ള വാർത്ത പരക്കും. അത് ആളുകൾ വിശ്വസിക്കും. അത് കണ്ടു നിന്നുകൊണ്ട് അവർ പറയും കേരളം എന്ന് പറയുന്നത് ഭീകരമായ നാടാണ്, ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇമാതിരി വർത്തമാനങ്ങളും ഇമാതിരി രാഷ്ട്രീയവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ആ പ്രചരിച്ചത്. ഇനി എന്താണ് യാഥാർത്ഥ്യം? മണിപ്പൂരിൽ നിന്നുള്ള ഒരു വീഡിയോ ആണത്. ഈ ഒരു സംഭവത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധിക്കോ വയനാടിനോ നമ്മുടെ കേരളത്തിലെ മനുഷ്യർക്കോ പങ്കില്ല. എന്നാൽ മണിപ്പൂരിൽ നടന്ന ഒരു വിഷയത്തെ എത്ര പെട്ടെന്ന് നമുക്ക് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഇത് മലയാളി അല്ല എന്നുള്ളത്. നമുക്ക് ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും മലയാളി അല്ല എന്നുള്ളത്. കാരണം അവരെ രൂപം ഭാവ രീതികൾ കണ്ടാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാം ഇത് മലയാളിയാണോ വേറെ നാട്ടുകാരനാണോ എന്നൊക്കെ. പക്ഷെ ഇതൊന്നും ഉത്തരേന്ത്യക്കാർ നോക്കൂലെന്നേ. അവന്മാര് ചാണകം തിന്നുന്ന ആൾക്കാരല്ല. അവരെ വളരെ പെട്ടെന്ന് വിശ്വസിച്ച് കളയും. കേരളം എന്ന് പറയുന്നത് ഭീകരമായ നാടാണ്, ആകെ ബീഫ് കഴിക്കാണ്, പശുക്കളെ കൊന്നു തിന്നെയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ വിജയാഘോഷത്തിന്, കോൺഗ്രസ്സുകാർ അത് മുസ്ലിമായ കോൺഗ്രസ്സുകാരൻ അതാ ഒരു പശുവിനെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് പോകുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുഹൃത്തുക്കളെ, ഞാനത് പറഞ്ഞു പോകുന്നത്, നിങ്ങൾ ആരെങ്കിലും ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഇതാണ് എന്ന ധാരണയിൽ കാണുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ആരെങ്കിലും അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബൈ. ഫാക്ട് ചെക്കാണ്. ബൈ.